प्रियंका सहोदरी इनके स्नेहम निरांगना नमस्कार। Kerala is a blessed state with plenty of rain, and I see a lot of greenery around. കേരളം അനുഗ്രഹീതമായ ഒരു നാടാണ്. സുലഭമായ വിധത്തിൽ മഴ ലഭിക്കുന്ന ഈ നാട്ടില് ഹരിതാഭ എന്നും പച്ചപ്പെന്നും എനിക്ക് ദൃശ്യമാണ്. It is also a place with rich culture and art which is centered around temples since many centuries. സമ്പന്നമായ സംസ്കാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും കലകളും കൊണ്ടും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാവികസനം കൊണ്ടുമെല്ലാം നൂറ്റാണ്ടുകളായി വികസിച്ചു വന്നൊരു പാരമ്പര്യമുണ്ട് ഈ കേരളത്തിൽ. This culture and art are also enriched by royal patronage and the contribution of Maharaja in Thiruvananthapuram is a shining example. ഈ സംസ്കാരത്തിന്റെ കലയുടെ എല്ലാം വളർച്ചയ്ക്ക് വളരെയേറെ സംഭാവനകൾ പിന്തുണ നൽകിപ്പോന്ന രക്ഷാകർത്തൃത്വം നൽകിപ്പോന്ന ഒരു പാരമ്പര്യമാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റേത് എന്നത് ഇവിടെ അനുസ്മരണീയമാണ്. This God's own country has given birth to renowned saints Adi Shankaracharya, Jatambir Swamigal and Sri Narayan Guru, whose teachings have inspired and guided generations and were a source of strength not only to the Hindu society but world at large. ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളം അനേകം ദിവ്യാത്മാക്കൾക്ക് ജന്മം നൽകി അവരിൽ പരമാദരണീയരായ ശ്രീമദ് ശങ്കരാചാര്യർ, ശ്രീമദ് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്നിവർപ്പെടുന്നു. അവരുടെ ആധ്യാത്മികമായ പ്രഭാവം കേവലം ഹൈന്ദവ ജനതയ്ക്ക് മാത്രമല്ല ലോകമാനവികതയ്ക്ക് മുഴുവൻ തന്നെ പ്രയോജനവും അനുഗ്രഹവും നൽകിയതായിരുന്നു. Today, when I address you standing in front of this ancient and reputed temple of Lord Padmanabha, I consider myself a blessed for having got this opportunity. ഇന്ന് ഈ ആധ്യാത്മികതയുടെ നിറകുളമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിൽക്കുവാൻ എനിക്ക് അനുഗ്രഹമുണ്ടായിരിക്കുന്നു. ആ അനുഗ്രഹം കാരണം നിങ്ങളെ എനിക്ക് അഭിസംബോധന ചെയ്യുവാനും സാധിക്കുന്നു. परम पूज्य गुरु जी, जिनका ये आध्यात्मिक पुरुष का शताब्दी वर्ष है और आध्यात्मिक पुरुष के शताब्दी वर्ष पर मुझे परमात्मा की भूमि, पवित्र भूमि केरल में आने का सौभाग्य मिला. मैं अपने आप को बहुत बड़ा धन्य अनुभव करता हूं. इतना परम पूजनीय गुरु जी അതിദിവ്യനായ ആധ്യാത്മിക പുരുഷന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ആ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലോട്ട് നിൽക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ഈ പരമാത്മാവിന്റെ സ്വന്തം ഭൂമിയായ മണ്ണിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ ധന്യതയുടെ അനുഭവം ഞാൻ ഉൾക്കൊള്ളുന്നു. बहुत कम लोग होंगे जो परम पूज्य गुरु जी के जीवन से परिचित होंगे, और ये इसलिए नहीं लेकिन वे स्वयं अपने आप को प्रचार से, प्रसिद्धि से सालों तक विमुख रखा और उसके कारण हिंदुस्तान को उनके व्यक्तित्व का तो परिचय नहीं हुआ, लेकिन आज उनके परिश्रम के कारण आज से हिमाचल कश्मीर से कन्याकुमारी एक विराट संगठन का वृक्ष खड़ा हुआ है, जिस वृक्ष के पीछे 32 ईयर्स की लंबी तपस्या थी, जिसके कारण आज एक समर्पित नौजवानों का राष्ट्र कार्य के लगा हुआ एक पूरा वृक्ष हमारे सामने है. ഒരുപക്ഷെ പരമപൂജ്യ ഗുരുജിയുടെ ജീവിതത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടാവുകയും അതിന് കാരണം കൊണ്ട് പരമപൂജ്യ ഗുരുജിയുടെ വ്യക്തിത്വം തികഞ്ഞ പ്രസിദ്ധി പരാമുഖമായ പ്രസിദ്ധിക്ക് പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ തന്നെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തിൽ അദ്ദേഹത്തെ കേരള പരിചയം, ജീവിതത്തെ പരിചയം ഉണ്ടാവില്ല. പക്ഷേ ആ മഹാമനുഷ്യന്റെ പരിശ്രമം കൊണ്ട് ഇന്ന്
കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഭാരത അവസരങ്ങൾ വളർന്നു നിൽക്കുക സമർപ്പിത ചേതസ്സുകളായ യുവാക്കളുടെ സഭാസംഘടനകൾ വളർച്ചം പോലെ വളർന്നു നിൽക്കുകയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടി 32 വർഷത്തെ തപസ്സാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്. ആ 32 വർഷത്തെ സംഘടനാ തപസ്സിലൂടെ സമർപ്പിതരായ യുവാക്കന്മാരുടെ മഹാസംഘടനയെ അദ്ദേഹം വളർത്തിയെടുത്തു കഴിഞ്ഞു. परम पूज्य गुरु जी की प्रेरणा के कारण राष्ट्र जीवन के लगे हुए अनेक स्वयंसेवकों ने हिंदुस्तान के कोने कोने में जाकर के भारत के भाग्य बदलने के लिए जो भी उन्हें संस्कार मिले हैं, जो उन्हें कार्य करने की प्रेरणा मिली है, छोटे मोटे लाखों प्रकल्पों के द्वारा चाहे कन्याकुमारी में स्वामी विवेकानंद का केंद्र हो या चाहे नॉर्थ ईस्ट के अंदर छोटे छोटे गांवों में जाकर के छोटी मोटी अस्पताल के द्वारा लोगों के आरोग्य का प्रबंधन करते हो या कोई प्राकृतिक आपदा आती हो तब दौड़ पड़ने वाले लाखों स्वयंसेवक हो, आज भी हिंदुस्तान के दुख और दर्द के समय हिंदुस्तान की पीड़ा के निवारण के लिए लगे हुए लाखों स्वयंसेवक आज भी देश की सेवा में कार्यरत है. പരമപൂജനീയ ഗുരുജിയുടെ ദിവ്യമായ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്ര ജീവിതത്തിന്റെ സമന്വയത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആയിരക്കണക്കിന് യുവാക്കന്മാർ നമ്മുടെ ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സംഘത്തിലൂടെ വിധിയിലൂടെ ആദിത്യമായ സംസ്കാരത്തെ വിദ്യാഭ്യാസത്തെ അവർ ഭാരതത്തിന്റെ ജനജീവിതത്തെ ധരിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. അത് നിരവധിയായ പ്രകല്പങ്ങളിലൂടെ പ്രവർത്തിച്ചതിലൂടെ ഭാരതമാത്രങ്ങളിലൂടെ ദൃശ്യമാണ്. കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ കേന്ദ്രമാകട്ടെ, വടക്കു കിഴക്കൻ ഭാരതത്തിലെ താഴെക്കരയിലുള്ള അർബുദ്ധിതരായ സഹോദരങ്ങളുടെ അഭ്യുത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാകട്ടെ, അവരുടെ ആരോഗ്യ വർദ്ധനവിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാകട്ടെ, ഇനി ഭാരതത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന സാമൂഹിക ദുരന്തങ്ങൾക്കെതിരെ പൊരുതുന്ന കാര്യത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഇന്ന് ഈ ഹിന്ദുസ്ഥാനത്തിൽ സ്വയംസേവക യുവാക്കന്മാർ നിരവധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിലൂടെ ഈ സംഘടനയുടെ വളർച്ച സംഭവിക്കുന്നു. स्वामी विवेकानंद जी ने भारत के उत्थान के लिए इस देश के साधु महात्माओं को, इस देश के आध्यात्मिक जगत को और इस देश के सामान्य मानवी को यह संदेश दिया था कि आप कुछ समय के लिए अपनी पूजा अर्चना का केंद्र बदल दीजिए, आप अपने भगवान को भूल जाइए, आप जो ईश्वर की पूजा अर्चना करते हैं उससे भूल जाइए और कुछ सालों के लिए सिर्फ भारत माता ही आपका परमात्मा हो, आपके अधिष्ठाता हो और भारत का दरिद्र नारायण यदि आपका परमात्मा हो तो दरिद्र नारायण की सेवा के लिए अपने आप को खपा लीजिए. ये स्वामी विवेकानंद जी ने संदेश दिया था. जब परम पूज्य गुरु जी के जीवन को देखते हैं तब ये विश्वास होता है कि स्वामी विवेकानंद जी के जीवन संदेश को अगर सच्चे अर्थ में किसी ने अपने जीवन में उतारा था तो वो परम पूज्य मानव बोलकर परम पूज्य गुरु जी थे, जिन्होंने अपनी पूरा जीवन भारत मां की सेवा में, भारत में दरिद्र नारायणों की सेवा में विवेकानंद जी की आज्ञा को जीवन भर तपस्या के रूप में चरितार्थ करने का प्रयास किया. स्वामी विवेकानंद ഭാരതത്തിന്റെ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദൻ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ സന്യാസിമാർക്കും സാംസ്കാരിക നായകന്മാർക്കും വേണ്ട സമ്പൂർണ്ണ ഭാരതീയരുടെയും മുമ്പാകെ ഒരു സന്ദേശം വയ്ക്കുകയുണ്ടായി. ആ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങളുടെ പൂജയുടെ അർച്ചനയുടെ ആരാധനയുടെ ലക്ഷ്യത്തെ മാറ്റുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജയുടെയും ആരാധനയുടെയും ആ വിഗ്രഹത്തെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. പകരം ആ സ്ഥാനത്ത് ഭാരതമാതാവിനെ പ്രതിഷ്ഠിക്കുക, ഭാരതമാതാവിനെ ആരാധിക്കുക. ഭാരതമാതാവിന്റെ വലിയ തെരുവുകളായ ഭാരതീയരെ, ഈ ഭാരതത്തിലെ ദരിദ്ര രാജാക്കന്മാരെ, ഹിന്ദു സമൂഹത്തെ ധരിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. ആ നിലയിൽ നിങ്ങൾ ആരാധന നടത്തണം എന്ന് സ്വാമി വിവേകാനന്ദൻ സുന്ദരമായ സന്ദേശം നൽകുകയുണ്ടായി. പരമപൂജനീയ ഗുരുജിയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. സ്വാമി വിവേകാനന്ദൻ ഏതൊരു സന്ദേശമാണ് ഭാരതത്തിലെ സന്യാസിമാർക്കും സാമാന്യ ജനങ്ങളുടെയും മുമ്പാകെ നൽകിയത്, ആ സന്ദേശത്തെ ശരിയായ അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിലെ പ്രവർത്തനത്തിൽ സാക്ഷാത്കരിക്കുന്നു. പരമപൂജനീയ ഗുരുജി ഭാരതത്തെ ആരാധിക്കുവാൻ, ഭാരതമാതാവിനെ പൂജിക്കുവാൻ, ഭാരതമാതാവിന്റെ പ്രതി സ്വരൂപങ്ങളായ ഈ സമാജത്തെ ദരിദ്ര നാരായണന്മാരെ പൂജിക്കാനും സേവിക്കുവാനുമായി അദ്ദേഹം തന്റെ ജീവിതത്തെ മാറ്റിവെച്ചു. അതുവഴി സ്വാമി വിവേകാനന്ദന്റെ സന്ദേശം
मंत्री के रूप में नहीं आया। मैं बड़े गर्व के साथ कहता हूं, मैं राष्ट्रीय स्वयंसेवक संघ के और मैं उन भाग्यवान स्वयंसेवकों में हूं, देश के उन करोड़ों भाग्यवान स्वयंसेवकों में हूं जिनको परम पूज्य गुरु जी के दर्शन करने का अवसर मिला था, परम पूज्य गुरु जी के सानिध्य का अवसर मिला था, परम पूज्य गुरु जी की बैठक में बैठने का अवसर मिला था। मैं अपने आप को एक भाग्यशाली स्वयंसेवक मानता। ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി വരുവാൻ തീരുമാനമെടുത്തപ്പോൾ അതൊരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനല്ല ഞാൻ വന്നു. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ഇവിടേക്ക് വരുവാൻ തീരുമാനിച്ചത്, ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഭിമാനിയായ ഒരു സ്വയംസേവക ഈ നാട്ടിലെ ഒരാൾ പോലും വരുന്ന സ്വയംസേവകരുടെ പ്രതിനിധി എന്ന നിലയിൽ പരമപൂജനീയ ഗുരുജിയെ കാണാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ബോധനങ്ങളും നേരിട്ട് ശ്രമിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അസംഖ്യം സ്വയംസേവകര്, ഭാഗ്യവാന്മാരായ സ്വയംസേവകന്മാരിൽ ഒരാൾ എന്ന നിലയിലാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആ നിലയിൽ അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. राष्ट्रीय स्वयंसेवक संघ के संसद के नाते जब मैं अपने जीवन की ओर जोड़ता हूं तो हम सब स्वयंसेवकों को एक सेंस ऑफ मिशन मिलता है, एक विजन मिलता है, हिंदुत्व के प्रति प्रतिबद्धता मिलती है और हम लोगों के मन में राष्ट्रीय स्वयंसेवक संघ के छोटे छोटे कार्यक्रमों के माध्यम से और परम पूज्य गुरु जी ने 32 साल तक जिसको अपने समय के प्रत्येक क्षण से, शरीर के प्रत्येक कण से जिस व्यवस्था को चिंतित किया था, उस व्यवस्था के तहत हमें प्रेरणा मिलती है और हमारा नित्य संकल्प रहता है राष्ट्रीय स्वयंसेवक संघ के संतों के नाते। और हमारा संकल्प ये रहता है परम भाई भवन में हुए तत्परासन ये भारत माता परम बड़े संतों को पहुंच करें, यही एक सपना हमारे जीवों में राष्ट्रीय स्वयंसेवक संघ ने संजोया है। और इसलिए स्वयंसेवक के नाते इस देश की संस्कृति के साथ जुड़ करके, इस देश की धरती के साथ जुड़ करके, इस देश की महान परंपरा को स्वीकार करते हुए, इस देश की महान संस्कृति का गौरव करते हुए हमारे पूर्वजों ने इस भारत माता के कल्याण के लिए जो महान कार्य किए हैं, वेद से लेकर के विवेकानंद तक जितनी महान चीजें हैं, उन सबको आत्मसात करते हुए अपने जीवन में जो संस्कार मिले हैं, उन संस्कारों के माध्यम से भारत माता को परम वैभव संपन्न बनाने के लिए हम स्वयं जहां हो, जितनी शक्ति हो, जितना अवसर हो, जीवन भर कार्य करने की हमें प्रेरणा मिली है। और एक स्वयंसेवक के नाते मैं भी अपनी कोशिश जहां बैठा हूं वहां उस दायित्व को निभाने की कोशिश कर रहा हूं. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ ഒരു സ്വയംസേവകൻ എന്ന നിലയിൽ ഞാൻ ഇന്ന് നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു വസ്തുതലോകത്ത് മനസ്സിലാക്കാൻ കഴിയും. സംഘത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിലൂടെ വ്യവസ്ഥയിലൂടെ നമുക്കെല്ലാവർക്കും മുന്നിൽ ലക്ഷ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷ്യബോധം, ഒരു ആദർശബോധം, അതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും സൂചിക്കുകയാണ്. സംഘത്തിലൂടെ ലഭിച്ച ആ ഹിന്ദുത്വത്തെ കുറിച്ചുള്ള പ്രതിബദ്ധത അത് ഉപയോഗിച്ചുകൊണ്ട് നാടിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. പരമപൂജനീയ ഗുരുജി 32 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഏതൊരു വ്യവസ്ഥയാണ് വളർത്തിയെടുത്തത്, ഏതെല്ലാം ചെറിയ ചെറിയ കാര്യക്രമങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഏതൊരു വ്യവസ്ഥയെ വളർത്തിയെടുത്തുവോ അതിൽ നിന്ന് ഈ രാഷ്ട്രത്തോടുള്ള ഭക്തിയും ഹിന്ദുത്വത്തോടുള്ള പ്രതിബദ്ധതയും അങ്ങനെ തികഞ്ഞ ഒരു ലക്ഷ്യബോധവും നമുക്ക് ലഭിച്ചു. ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും തന്റെ സ്വയംസേവകന്മാർ മുഴുവൻ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി, പരമവൈഭവം നേതൃത്വരാഷ്ട്രം, രാഷ്ട്രത്തിന്റെ പരമവൈഭവം ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. സംഘം നമുക്കുള്ളിലേക്ക് പകർന്നതെന്ന വിശിഷ്ടമായ ലക്ഷ്യം അതാണ് രാഷ്ട്രത്തിന്റെ പരമവൈഭവം. ഈ ദേശത്തിന്റെ വിശിഷ്ടമായ സംസ്കാരം, മഹത്വമേതായ പാരമ്പര്യം, ആ പൈതൃകത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നുവന്ന ആ വിശിഷ്ടമായ സംസ്കാരത്തിൽ നിന്ന് വേദങ്ങളുടെ രാഷ്ട്രം വരെ നമുക്ക് പകർന്നുവന്ന
പരിശോധിക്കുകയാണ്. ഈ സങ്കീർണങ്ങളായ സമസ്യകളെ പരിഹരിക്കുവാൻ വേണ്ടി നാളെ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പക്കൽ, ഹിന്ദുത്വത്തിന്റെ പക്കൽ, ഭാരതത്തിന്റെ പക്കൽ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് നാം അന്വേഷിക്കണം. ഏതെങ്കിലും തരത്തിൽ ഈ പരിഹാരം ഉണ്ടാക്കുവാൻ, ഈ സമസ്യകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാമർഥ്യം നമ്മുടെ പക്കലുണ്ടോ എന്ന് നാം അന്വേഷിക്കുക. തികഞ്ഞ അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നതിൽ നിരവധിയായ പ്രശ്നങ്ങളുടെ പരിഹാരം നിർദ്ദേശിക്കുവാൻ, പരിഹാരം ഉണ്ടാക്കുവാൻ, സമസ്യകളെ പരിഹരിക്കുവാൻ ഭാരതത്തിൽ പിറന്ന ഈ ഹിന്ദുത്വ ദർശനത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ സംശയം. आज विश्व आतंकवाद की समस्या से जूझ रहा है। दुनिया दो हिस्सों में बढ़ गई है। एक तरफ वो लोग हैं जो आतंकवाद का समर्थन करते हैं, दूसरी तरफ वो लोग हैं जो मानवता का समर्थन करते हैं। मित्रों, विश्व ये आतंकवाद के संकट से गुजर रहा है, उसका मूल कारण क्या है? जब यह विचार बनता है कुछ पाने के लिए, अगर कभी मानवीय व्यक्तियों से मिलता नहीं है तो सबको से पाने की मुक्ति बनती है, और जब सबको से पाने की मुक्ति बनती है तब उसके इमोशनल एक्सप्रेशन के लिए संप्रदायों का उपयोग किया जाता है, रिलीजन का उपयोग किया जाता है, संत का उपयोग किया जाता है, और बड़ी सरलता से उन संप्रदायों से, उन संतों से, उन रिलीजन से आतंकवाद को बल मिलेंगे, आधार खड़े हो जाते हैं और उसके कारण आतंकवाद फलता हुआ चला जा रहा है. ഇന്ന് ലോകം ഭീകരവാദത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ലോകം ഇന്ന് രണ്ട് തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരായ ആളുകൾ, മറുഭാഗത്ത് മാനവതയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതായ ആളുകൾ. എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഭീകരത വളർന്നു വരുന്നത്? ഭീകരത വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം മതമാണ് പ്രധാനമായ കാര്യം. മതത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കുക എന്ന വിശ്വാസം വളർന്നുകൊണ്ട് മതസാമ്പ്രദായങ്ങളുടെ വളർച്ചയുടെ കാരണം കൊണ്ടാണ് ഭീകരത ഇന്ന് വളർന്നു നിൽക്കുന്നത്. आतंकवाद को बहुत कुछ विचारों से मिलता है। जो विचार ये कहते हैं कि तेरा रास्ता गलत है, मेरा रास्ता सही है। जो विचार ये कहते हैं कि निम्न विचारना है, मैं कुछ विचारना हूं। जो रास्ते ये कहते हैं कि जब तक तुम मेरे रास्ते पर नहीं आओगे तब तक तुझे परमात्मा नहीं मिलेगा। वही भाव इस कंसेप्ट के कारण अपने आप को ऊंचा दिखाने का, अपने आप को ही एकमात्र उपाय बनाने वाले, अपने आप को ही एक रास्ता दिखाने वाले लोग ही इस आतंकवाद को जाने अनजाने में भी कोई न कोई बल प्रदान करते रहते हैं. ഈ ഭീകരവാദത്തെ വളർത്തുന്നതായ ചിന്ത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. ആ ചിന്ത ഇതാണ്: നിന്റെ മാർഗം തെറ്റാണ്, എന്റെ മാർഗം മാത്രമാണ് ശരി എന്നുള്ള മതവാദമാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്നത്. നിന്റെ നീ സ്വീകരിച്ചിരിക്കുന്നതായ മാർഗം മോശമായിട്ടുള്ള മാർഗമാണ്, കഷ്ടമാർഗമാണ്, എന്റെ മാർഗം മാത്രമാണ് ശരി. നിന്റെ മാർഗത്തിലൂടെ, ഈ ചിന്തയായ മാർഗത്തിലൂടെ പോയാൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ കഴിയില്ല, ഈശ്വര ദർശനത്തിന് സാധിക്കില്ല. നീ പതിക്കപ്പെട്ടവരാണ്, ഒരേ ഒരു മാർഗം മാത്രമാണ് ശരി, അതെന്റെ മാർഗം മാത്രമാണ് ശരി എന്ന ഈ മതവാദം, ഒരേ മാർഗവാദം, അതാണ് ഇന്ന് ഈ ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. मेरा ही रास्ता सही है और मेरे रास्ते को नहीं करोगे तो तुम्हें बहुत से फल उतार दिया जाएगा। तुम्हें जीवित रहने का अधिकार नहीं है। यहाँ पर आदम की मानसिकता प्रवृत्त हो जाती है. എന്റെ മാർഗം മാത്രമാണ് ശരി, ആ മാർഗത്തിൽ
ഭീകരതയില്ലാതെയാകുന്നതായ സ്വാർത്ഥമായ ഉന്നതമായ ആ ഹൈന്ദവ ചിന്തയുടെ മഹത്വത ഹൈന്ദവരെന്താണ് ഹിന്ദുത്വ ചിന്തയിൽ എന്താണ് പറയുന്നത്? ഏകം സത് വിപ്രാവൃത്താവുന്നു. ഒന്നാണ് പരമസത്യം. പക്ഷേ ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ബുദ്ധിമാന്മാരായ ജനങ്ങൾ നിരവധി മാർഗങ്ങൾ ഉപദേശിക്കുന്നു. ആ നിരവധി മാർഗങ്ങൾ ഓരോന്നും ശരി തന്നെയാണ് എന്ന വിശ്വാസമാണ്, എന്ന ദർശനമാണ് ഹിന്ദുവിന്റെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാർഗവും ശരിയാണ്. ആ മാർഗത്തിലൂടെ ആത്മാർത്ഥതയോടെ തികഞ്ഞ വിശ്വാസത്തോടെ നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ആ മാർഗത്തിലൂടെ നീ സാക്ഷാത്കാരം ലഭിക്കുന്നു. വേറെ മാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ് എന്നുള്ള വിശ്വാസ പ്രമാണമാണ് ഹിന്ദുവിന്. നിങ്ങളുടെ മാർഗം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ മാർഗമാണ് എന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന പ്രാപ്തമായ ഉന്നതമായിട്ടുള്ള സർവ്വയെയും ഒരുമിപ്പിക്കുന്ന ചിന്ത, ആ ചിന്തയിലൂടെ മാത്രമേ ഭീകരത ഇല്ലാതെയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. मित्रों, दूसरी समस्या जो विश्व जूझ रहा है वो समस्या है एनवायरमेंट। सब लोग परेशान हैं कि अगर वातावरण में संतुलन नहीं रहा, पर्यावरण का संतुलन नहीं रहा, तो विश्व को बहुत बड़ा भारी नुकसान हो जाएगा। ये विश्व समस्याओं के संकट में गिर जाएगा। और इसलिए प्राकृतिक संपदा का सही उपयोग कैसे हो, जीवन कैसे बढ़े, आज पूरा विश्व इस बातों में चिंतित है। पश्चिम की दुनिया के लोगों के सामने एनवायरमेंट बहुत बड़ा खतरा होकर के खड़ा हो गया है। मित्रों, क्या कारण है? क्या इस एनवायरमेंट की समस्या पैदा हुई? अगर हिंदुत्व का चिंतन देखा गया होगा, भारत की सांस्कृतिक विरासत को देखा गया होगा, तो पूरा विश्व जो एनवायरमेंट की समस्याओं से जूझ रहा है, ये संकट आज आया होगा। और आज इस संकट से भी बचाने का सामर्थ्य किसी में है, वो हमारे जीवन धारण है। देखिए हमारे यहाँ संस्कार कैसे हो, हमारे यहाँ भारत को जन्म से ही एक संस्कार दिए जाते हैं। जिस संस्कार को कोई हिंदुत्व के संस्कार है, वो संस्कार को कोई भारत के संस्कार है, उस संस्कार को कोई महान आदर्शों के संस्कार है, लेकिन संस्कार के दिए जाते हैं। और जिसके कारण हमारे यहाँ एक्सप्लोइटेशन ऑफ नेचर ज्यादा उपयोगी है। हमारे यहाँ हर भारत संस्कृति क्या रहता है, ज्यादा से ज्यादा बिल्डिंग ऑफ नेचर। जब प्रकृति का शोषण नहीं करते हैं, जब प्रकृति का दोहन करते हैं, तब जाकर के प्रकृति की रक्षा हो सकती है। സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം നേരിടുന്ന രണ്ടാമത്തെ ഏറ്റവും ഭീകരമായ പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് പ്രകൃതിയുടെ ഈ സന്തുലനം നിലനിൽക്കുന്ന ഈ സന്തുലനം നഷ്ടപ്പെട്ടാൽ ലോകജീവിതം തന്നെ മാനവിക ജീവിതം തന്നെ അപകടത്തിലാകും എന്നാണ് എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. ലോകത്തെമ്പാടുമുള്ള പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ ചർച്ച ചെയ്യുന്നത് നമുക്കിന്ന് ഈ പ്രകൃതി സമ്പത്തിനെ എങ്ങനെ സംയമനത്തോടുകൂടി ഉപയോഗപ്പെടുത്താം, ഈ സന്തുലനം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഈ പ്രകൃതിയെ രക്ഷിക്കാം എന്നതാണ് വളരെ വേദനയോടെ സർവരും ആശങ്കയോട് ചർച്ച ചെയ്യുന്നത്. ഇത് വലിയ അപകടമായി ലോകത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? പ്രകൃതിയുടെ ഈ സന്തുലനത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഉപായം എന്താണ്? തീർച്ചയായിട്ടും ഹിന്ദുത്വ ചിന്തയിലെ കാലങ്ങളെ പരിശോധിച്ചാൽ നമുക്കതിന്റെ പരിഹാരം കാണാൻ സാധിക്കും. ഹൈന്ദവ തത്വചിന്ത എന്താണ് ലോകത്തിന് നൽകിയത്, കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ലോകം ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായും ഇന്ന് ഈ പാരിസ്ഥിതിക പ്രശ്നം, പ്രകൃതിയുടെ പ്രശ്നം ഇത്രയേറെ രൂക്ഷമാവുമായിരുന്നില്ല എന്ന് തീർച്ചയായും പറയുവാൻ സാധിക്കും. നമ്മുടെ സംസ്കാരം, വിശിഷ്ടമായ സംസ്കാരം കൊച്ചുകുട്ടികൾക്ക് നൽകുന്ന ആ ഒരു പ്രായത്തിലെ തന്നെ നൽകുന്നതായ സംസ്കാരം പറഞ്ഞോളൂ. അത് ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞാലും ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാലും ഇനി അവരുടെ മാനവിക സംസ്കാരം എന്ന് പറഞ്ഞാലും ആ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഉൾക്കൊണ്ടിരുന്ന ദർശനമെന്നായിരുന്നു പ്രകൃതിയെ നാം ചൂഷണം ചെയ്യാൻ പാടില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം പ്രകൃതിയെ ദോഷണം ചെയ്യുകയാണ് വേണ്ടത്, കാലമെടുക്കുകയാണ് വേണ്ടത്. ചൂഷണം ചെയ്യുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ളത് കാലമെടുക്കുന്ന സമ്പ്രദായമാണ് വേണ്ടത് എന്ന സംസ്കാരം ചെറുപ്രായത്തിൽ മുതലേ നാം അറിയാം. एनवायरमेंट के संबंध में हमारे पूर्वज कितने जागरूक थे, हमारी संस्कृति कितनी समृद्ध थी कि भारत को परिवार में संस्कार किया जाता था कि जब रात में उठते हो तो धरती पर पैर रखने पहले, धरती माता पर पैर रखने पहले, भूमि पर पैर रखने से पहले भूमि माता की। हमारे यहाँ नदी को माता कहा जाता था, लेकिन जब हमारे यहाँ हमारा चिंतन बदला और नदी को माता के बनाए, ये कहने लगे नदी पानी है, ये सिर्फ ऐसी है और नदी की श्रद्धा नहीं, सबसे गंदा मैली
देखिए मित्रों, हम ही एक दुनिया में लोग हैं जो बाल को पूरे ब्रह्मांड के साथ छोड़ देते हैं। बालक को अपने बाल काट रहे, माँ बाप सुधाते हैं, ये चंद्र जो है, चंद्रा है, ये तेरा मामा है, और ये जो सूरज है वो तेरा दादा है। पूरे ब्रह्मांड को बड़े फैली नाना के रूप में बड़े करने वाली धातु की विरासत कर इसी धरती पर है। ഈ പ്രകൃതിയുടെ സമ്പന്നത്തെ കുറിച്ച്, നിലനിൽപ്പിനെ കുറിച്ച്, സാമി സ്വഭാവങ്ങളെ കുറിച്ച് നമ്മുടെ പൂർവികന്മാർ എത്ര ജാഗ്രതരായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൂര്യോദയത്തിന് തൊട്ടു മുമ്പേ തന്നെ ഉണരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചെറുപ്രായത്തിലെ തന്നെ നമ്മുടെ പൂർവികന്മാർ അവരെ പഠിപ്പിച്ചിരുന്നു. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭൂമിയിൽ കാൽ വെക്കുന്നതിന് മുമ്പ് ഭൂമി മാതാവിനെ കൊണ്ട് തലയിൽ വെച്ച് നമസ്കരിക്കുന്ന പതിവ് നമ്മുടെ പൂർവികന്മാർ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചിരുന്നു. നമ്മുടെ നദികളെ അമ്മയായി കണക്കാക്കി, ദേവതയായി കണക്കാക്കി നാം പൂജിച്ചിരുന്നു. നദികളെ അമ്മയായും ദേവതയായും കരുതി പൂജിച്ചിരുന്ന കാലത്ത് നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ നദിയെ എപ്പോഴാണോ വെറും വെള്ളമായി നാം കണക്കാക്കിയത്, ഏറ്റവുമായി കണക്കാക്കിയത്, അപ്പോൾ ഗംഗാ മാതാവ് മലിനയായി തുടങ്ങി. ആ ഗംഗാ മാതാവ് മലിനയാകുകയും നമ്മുടെ പ്രകൃതിയിലെ അനേകം ദൂഷിതങ്ങളായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൊച്ചുകുട്ടികളെ ചെറുപ്രായം വരെ ഈ പ്രകൃതിയുമായി, ഈ പ്രപഞ്ചവുമായി, കലാചാരങ്ങളുമായി ബന്ധപ്പെടുത്തുവാൻ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ വിശുദ്ധമായ സംസ്കാരത്തിലൂടെ ശ്രമിച്ചിരുന്നു. എന്തെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരുന്നു? കൊച്ചുകുഞ്ഞിനെ ആകാശത്ത് കഴിയാറുള്ള ചന്ദ്രനെ നോക്കി അതിന്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, ചന്ദ്രമാമ എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ പ്രകൃതിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. സമൂഹത്തിന്റെ ഭാഗവന്റെ പിതാവാണ്, പരമാത്മാവിന്റെ പിതാവാണ് എന്ന് അവരെ പറഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയുമായുള്ള ബന്ധത്തെ അരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കൊച്ചുകുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടു. आधुनिक समाज जीवन को प्रेरणा देने वाली हिंदुत्व के अंदर अनेक बातें, अनेक विषयों को उदाहरण दे सकता हूँ, लेकिन मैं तो जब इन चीजों को देखता हूँ और राष्ट्रीय स्वयं संघ के स्वयं के नाते शाखा में खेलते खेलते हमें जो संस्कार मिले हैं, तो संस्कार में हिंदुत्व की बुराइयों का हमें परिचय कराए हैं, तो मानव जात के कल्याण के लिए काम आने वाले ആധുനിക സമാജത്തിൽ ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ വിധത്തിൽ പ്രേരണ നൽകുവാനും മാർഗദർശനം നൽകുവാനും പര്യാപ്തമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ സാധനങ്ങളുടെ സഹോദരന്മാരെ, നമ്മുടെ സാധനങ്ങളുടെ ചെറുപ്പങ്ങളെ പഠിച്ചു വളർന്ന സംസ്കാരത്തിലൂടെ നമ്മളതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. ആ ദർശനത്തെ, ആ വിശുദ്ധമായ ലോകത്തിൽ ഉൾക്കൊള്ളുന്ന ദർശനത്തെ ലോകത്തിന് പ്രഭാവം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നു. मतलब हम संघ के संस्थकों को दूसरी बात में बताई गई कि भारत माता परम वैभव संपन्न बने, इसके लिए हम जहां आए वहीं पाए गए। और जब मुझे मुख्यमंत्री का दायित्व बन गया मेरे जिम में, तो मेरा भी संसद के राज्य कर्तव्य बनता है कि मेरा भी भारत माता परम वैभव संपन्न बने, उसके लिए मेरे राज्य के अंदर मुझे कुछ करना चाहिए, और मैंने उसके भी प्रयास प्रारंभ हो गया। സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു. സ്വയം സേവകരെന്ന നിലയിൽ നമുക്കുള്ള കർത്തവ്യം എന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന വിശിഷ്ടമായ നിർദ്ദേശം, മാർഗദർശനം, കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. ഓരോ സ്വയം സേവകരും അവരെ എത്തിപ്പെടുന്ന മേഖലയിൽ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കണം എന്ന് സൂചിപ്പിച്ചു. ഞാൻ ഏത് പദവിയിലാണ് എത്തിയിട്ടുള്ളത്? ആ മുഖ്യമന്ത്രിയുടെ പദവിയിൽ നിന്നുകൊണ്ട് എന്റെ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ എന്റെ സംസ്ഥാനത്തിന്റെ പരമമായ ഐക്യത്തിന് വേണ്ടി ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. मित्रों, परम पूज्य गुरु जी जन्म शताब्दी दिवस में एक विषय है सामाजिक समरसता। मैं सामाजिक समरसता की बात कहता हूँ। मित्रों, समाज के लोग दरिद्र नारायण, जो पिछड़े, जो उपेक्षित है, जो वंचित है, उनकी भलाई का दायित्व तो सरकार का बनता है, पूरे समाज का बनता है, और उसकी ओर प्राथमिकता देकर के आगे बढ़ने का मेरी सरकार का प्रयास है। സുഹൃത്തുക്കളെ, പരമപുരിയുടെ ഗുരുജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു മുഖ്യ മന്ത്രം തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ സാമൂഹ്യ സമരസത, സാമൂഹ്യ സമത്വം എന്നുള്ളതാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന അസംസ്കൃതരായ, പിന്നോട്ടക്കാരായ, ദരിദ്രരായ, പീഡിതരായ ജനവിഭാഗങ്ങളെ അഭിധരിക്കുവാൻ വേണ്ടി, പുലർത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതേ സമാജത്തിന്റെ ബാക്കി അംഗങ്ങളുമായി ഇടവേളത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ആശയമായി നാം ഉയർത്തി പിടിക്കുന്നതായ കാര്യം. ഈ കാര്യം ഞാൻ എന്റെ സംസ്ഥാനത്തിൽ വളരെയേറെ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് സാമൂഹ്യ സമരസതയുള്ളതായ പ്രവർത്തനം. कोई माने या न माने,
कोई स्वीकारे या न स्वीकारे, सुनो सकल सूत्रों को मेरी बात गले उतरे या न उतरे, लेकिन ये सच्चाई है कि इस देश का 80% समाज हिंदू समाज है। और अगर ये हिंदू समाज उसके अंदर कोई बिखराव हो गया, ये हमसे हिंदू समाज अंदर से टूट गया, अगर देश के अंदर हिंदू समाज टूट गया तो इस देश को एक रखने की कोई ताकत नहीं है कि इस देश को बचा सके। और इसलिए हिंदू की एकता इस देश की एकता के लिए आवश्यक है। അംഗീകരിച്ചില്ലെങ്കിലും ആർ സ്വീകരിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ കപട മതേതരവാദികൾ വിമർശിച്ചില്ലെങ്കിലും ഒരു കാര്യം പരമമായ സത്യമാണ്. ആ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഈ ഭാരതത്തിൽ 80% ഹിന്ദുക്കളാണ് ജീവിക്കുന്നത്. ഈ ഹിന്ദു ജനതയുടെ ഉള്ളിൽ വിഘടനവാദന വളർന്നാൽ, അവർ ഭിന്നഭിന്നരായി കഴിഞ്ഞാൽ, അവർ ചിന്തിച്ചിടപ്പോയാൽ ഈ രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ വേറെ ആർക്കും സാധ്യമല്ല. ഹിന്ദു സമാജത്തിന്റെ സംഘടിത സ്വഭാവത്തിലൂടെ മാത്രമേ, ഹൈന്ദവ ഐക്യത്തിലൂടെ മാത്രമേ ഈ ഭാരതത്തെ രക്ഷിക്കുവാൻ, ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. अगर इसको माना है ऊंच नीच के भेदभाव मिटाने चाहिए, अस्पृश्यता को खत्म करना रहेगा, हमारा दलित हो, वंचित हो, उसको गले लगाना होगा, जंगलों में रहने वाला मेरा आदिवासी भाई हो, उसके कल्याण के लिए हमें आग लगाना पड़ेगा। और समाज के छोटे से छोटे व्यक्ति को अपना बना करके उसकी प्रगति के लिए प्रयास करना पड़ेगा। ഈ കാര്യം ഹൈന്ദവ ഐക്യം എന്നത് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു സമൂഹത്തിൽ ഉച്ചനീചത്വമില്ലാത്ത, അന്യരെയും അഗ്രഹരമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. ഭിന്നാക്കന്മാരെയും പിന്തുണപ്പെട്ടവരെയും അഭക്തരെയും ദളിതരെയും മലയാളി സഹോദരങ്ങളെയും എല്ലാം സഹോദരങ്ങളാണ് എന്ന ഭാവയോടുകൂടി ആളോട് ചേർത്ത് മുഴുകി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ ഹൈന്ദവ ഐക്യം എന്ന് പറയുന്നതായ വസ്തുത സത്യമായി തീരുകയും. मैं तो हिंदुस्तान के अंदर सामाजिक भेदभाव मिटाने के लिए, अस्पृश्यता के डर मिटाने के लिए महात्मा गांधी, महात्मा फुले, बाबा साहब अम्बेडकर अनेक महापुरुषों ने काम किया था। लेकिन हमारे हिंदू समाज के अंदर अस्पृश्यता के पीछे हमारी धार्मिक मानसिकता भी, जब तक हमारे संतों, महंतों, आचार्यों के माध्यम से अस्पृश्यता के खिलाफ आवाज नहीं उठती है, तब तक अस्पृश्यता हमारे धार्मिक मन से नहीं जाएगी। और इसलिए मुझे बोलिए घूम के गए देश के सभी संतों को एकत्र किया और देश के संतों ने आह्वान किया था, न हिंदू पति को भरे, हिंदू भरे सहोदर रहा, सभी हिंदू एक साथ बैठे हैं। इस प्रकार का भाव बनाने का एक भगीरथ कार्य परंतु मुझे नहीं किया। പരമപൂജനീയ ഗുരുജിയുടെ ഏറ്റവും വലിയ സംഭാവന ഈ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ നാട്ടിൽ നിലനിന്നിരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന അസ്പൃശ്യത, അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ഒട്ടനവധി മഹാത്മാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാത്മാ ഗാന്ധിജി അതിനുവേണ്ടി പ്രവർത്തിച്ചു, മഹാത്മാ ഫുലെ അതിനുവേണ്ടി പ്രവർത്തിച്ചു, ഭീമറാവു അംബേദ്കർ അതിനുവേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ ഒരു വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അസ്പൃശ്യതയും ഐക്യവും ഒക്കെ നിലനിർത്തുന്ന കാര്യത്തിൽ മതപരമായ അന്ധവിശ്വാസങ്ങൾക്ക്, മതപരമായ ആചാരങ്ങൾക്ക് വലിയൊരു പങ്ക് ഒരു ഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഈ മതപരത, ഈ കാര്യത്തിൽ ഐക്യത്തിനും മറ്റും നിലനിന്നിരുന്ന ഈ മതപരത ഇല്ലാതെയാകണം എന്നുണ്ടെങ്കിൽ മത ആചാര്യന്മാർക്ക്, ധാർമ്മിക ആചാര്യന്മാരുടെ സമ്മതിയും പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടായാലേ മതിയാകും എന്ന് പരമപൂജനീയ ഗുരുജി മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സന്യാസിമാരെ, ധാർമ്മിക ആചാര്യന്മാരെ എല്ലാവരെയും അദ്ദേഹം കുംഭമേളയുടെ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ആ കുംഭമേളയുടെ ഭാവതലത്തെ ഉപയോഗിച്ചുകൊണ്ട് സർവ്വസന്യാസിമാരുടെയും ധാർമ്മിക ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ അതിസുലമായ ദ്രാവകരം എന്നോണം ഹൈന്ദവ സോദരാസർവേ ഹിന്ദു പതിവോ ഭവേ എന്നും തുടങ്ങിയിട്ടുള്ള മുദ്രാവചനങ്ങൾ അവരെല്ലാവരും ചേർന്ന് ഉയർത്തി അങ്ങനെ അസ്പൃശ്യതയ്ക്കെതിരെ ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് അദ്ദേഹം കൊണ്ടുപോകും. गुजरात के अंदर मेरी सरकार ने योजना बनाई और योजना के द्वारा मैंने घोषणा की, अगर कोई इंटरकास्ट मैरिज करते हैं और उसमें कोई दलित यानी दो में से एक अगर दलित हो, दो में से एक अगर आदिवासी हो, कोई लड़का दलित हो और लड़की समाजवादी हो, लड़की दलित हो और लड़का समाज का हो, लड़की आदिवासी हो, लड़का समाज का हो, लड़का आदिवासी हो, लड़की समाज हो, अगर इस प्रकार की शादी होती है तो मेरी
പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗുജറാത്ത് സംസ്ഥാനത്തിന് അന്തർജാതി വിവാഹം നടത്തുന്നതായ വധൂവരന്മാർ, അതിൽ വധൂവരന്മാരിൽ ഒരാൾ ദളിതരാണെങ്കിൽ ദളിതരും വധു സർവജാതിയിൽപ്പെട്ട ആളാണെങ്കിലും വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും വനവാസി വധു സവർണ വിഭാഗം അതിന് തിരിച്ച് ഏത് വിധത്തിലായാലും അങ്ങനെ വിവാഹം കഴിക്കാൻ സന്നദ്ധരാകുന്ന അന്തർജാതി വിവാഹം നടത്താൻ തയ്യാറാകുന്നതായ വധൂവരന്മാർക്ക് 50,000 രൂപ സർക്കാർ നൽകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. गुजरात की योजना की सफलताएं सामाजिक समरसता ने बहुत बड़ा बल दिया है, उसका अध्ययन करते हुए अभी भारत सरकार ने फैसला निकाला है, सभी राज्यों को कहा है कि आप भी अपने प्रदेश के अंदर ऐसी योजना लागू कीजिए और 50,000 रुपये ऐसे कपल को देने का साहस दिखाइए. ഗുജറാത്ത് സർക്കാർ സാമൂഹ്യ സമത്വത്തെ സാധ്യമാക്കുന്നതിന് വേണ്ടി സംഘടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ തുടങ്ങിവെച്ച ഈ പദ്ധതി വിജയമാണ് എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തെക്കുറിച്ച്, ഈ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുകയും ഇപ്പോഴത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത്തരമൊരു നിർദ്ദേശം സർക്കാർ പ്രഖ്യാപന രൂപത്തിൽ നൽകിയിരിക്കുകയാണ്. ഗുജറാത്തിൽ ചെയ്തതുപോലെ ഇങ്ങനെ അന്തർജാതി വിവാഹം നടത്തുന്നതായ വധൂവരന്മാർക്ക് 50,000 രൂപ നൽകുവാൻ ഓരോ സംസ്ഥാന സർക്കാരും തയ്യാറാവണം എന്നിപ്പോൾ ഭാരത സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. तो हमारे देश की चुनावी व्यवस्था ऐसी है, लोकसभा का चुनाव होता है ज्यादा नुकसान नहीं करता, असेंबली का चुनाव होता है ज्यादा नुकसान नहीं करता है, लेकिन जब ग्राम पंचायत का चुनाव होता है, एक गांव के अंदर चुनाव होता है तो परिवार के परिवार बिखर जाते हैं, गांव के अंदर दरार हो जाती है और गांव के अंदर सालों पर संघर्ष का माहौल रहता है. इस गांव के अंदर झगड़े न हो, गांव में एकता बनी रहे, इसलिए हमने समर गांव की योजना बनाई और समर गांव की योजना के तहत मैंने लोगों से कहा कि गांव मिलजुल करके अपनी सर्वसम्मति से चुनाव करें, डेमोक्रेटिकली सब मिलकर के अपने जनप्रतिनिधि तय करें और चुनाव को टालें. और जैसे राष्ट्रपति का चुनाव सर्वसम्मति से अगर हो सकता है तो सरपंच का चुनाव भी सर्वसम्मति से किया जा सकता है. अगर भारत में राष्ट्रपति का चुनाव निर्विरोध हो सकता है, वो अगर अच्छी डेमोक्रेसी की निशानी है, तो गांव के पंचायत के प्रमुख का चुनाव भी अगर सर्वसम्मति से होता है तो डेमोक्रेसी की अच्छी निशानी है. मैंने माहौल खड़ा किया और आज परिणाम ये हुआ है. अभी मेरे चुनाव के अंदर पंचायत का चुनाव हुए 45% से अधिक पर सबने सर्वसम्मति से काम किया और समाज की एकता बनाने का एक सरल गांव का उदाहरण प्रस्तुत किया. സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് കാലം പലപ്പോഴും നമ്മുടെ ഭിന്നതയെ വളർത്തുന്ന ഒരു കാലമായി കാണാറുണ്ട്. അത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അത്ര കണ്ട ഭീകരമായി ദൃശ്യമാകുന്നില്ല. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ കുടുംബത്തിലും ഭിന്നതയുണ്ടാകുന്നു. സഹോദരനും തമ്മിൽ ഭിന്നത വളരുന്നു. ഗ്രാമത്തിന്റെ ഉള്ളിൽ ശിഥിലത വളരുന്നു, തകരുന്നു. ഈ ഒരു സാഹചര്യം ഗ്രാമങ്ങളിൽ ഒരു തരത്തിൽ അനൈക്യത വളർത്തുകയും ഗ്രാമങ്ങളെ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അവിടെ പ്രചാരണം നടത്തി സമൃദ്ധതാവ് യോജന എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതി പ്രകാരം ഞങ്ങളോട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഓരോ ഗ്രാമത്തിലെയും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ ഒരുമിച്ച് കൂടുക. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടി പരമമായ ജനാധിപത്യത്തിന്റെ അത്യുജ്വലമായ മാതൃകയെന്നോടും എല്ലാവരും സർവസമ്മതിയോടുകൂടി അവരുടെ സർപ്പഞ്ചിനെ, അവരുടെ പഞ്ചായത്ത് മെമ്പറെ തെരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം, അതിന് തയ്യാറാകണം എന്നവരോട് പറഞ്ഞു. എപ്രകാരമാണോ ഒരു നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും ആരോഗ്യകരമാണ് എന്ന് പറയുന്നത്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളില്ലാതെ ഐകകണ്ഠേന എപ്പോഴോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോഴാണ് നമ്മുടെ നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും ഭേദമെന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ ഗ്രാമത്തിലെയും സർപ്പഞ്ചിനെയും പഞ്ചായത്ത് അംഗത്തെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും സർവസമ്മതിയോടുകൂടി എല്ലാവർക്കും തെരഞ്ഞെടുക്കാൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ അത്യുജ്വലമായ വിമർശനമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കണം എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഗുജറാത്തിലെ എല്ലാ ഗ്രാമങ്ങളോടുമായിട്ട് ഒരു അഭ്യർത്ഥന പ്രഖ്യാപനം നടത്തി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഗുജറാത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വസ്തുത നോക്കൂ, ആ ഗുജറാത്തിലെ 45% ഗ്രാമപഞ്ചായത്തുകളും സർവസമ്മതിയോടെ ഐകകണ്ഠേന അവരുടെ പഞ്ചായത്ത് അംഗത്തെ തെരഞ്ഞെടുക്കുന്ന സ്ഥിതിവിശേഷം
ഈ വിഷയം മനസ്സിലാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഇന്ന് മറ്റ് പ്രദേശങ്ങളിലെ സർക്കാരുകളെന്ന് ഈ ഗുജറാത്തി പാറ്റേൺ, ഗുജറാത്തി പദ്ധതി, ട്രൈബൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഗുജറാത്തി പാറ്റേൺ അനുകരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. मित्रों, हमारा देश कृषि प्रधान देश है। आजादी से आज तक कृषि प्रधान देश के ऊपर हमारी चर्चा हुई है, लेकिन हमारे देश के अंदर खेती के क्षेत्र में हालत क्या हुई है? आंध्र का किसान बीटी कॉटन की खेती करता है, महाराष्ट्र का किसान बीटी कॉटन की खेती करता है और गुजरात का किसान भी बीटी कॉटन की खेती करता है। गुजरात के किसान को वर्षा का पानी कम मिलता है, आंध्र और महाराष्ट्र की तुलना में गुजरात रेगिस्तान के पास फंसा हुआ है। उसके बावजूद भी आंध्र के अंदर बीटी कॉटन की खेती करने वाले किसान 3000 से अधिक किसानों को आत्महत्या करने की नौबत आई है। महाराष्ट्र के अंदर हजारों की तादाद में बीटी किसान, बीटी कॉटन की खेती करने वाले किसान, उनको मौत की नौबत आई है। मित्रों, आंध्र और महाराष्ट्र के अंदर मौत उनके दरवाजे पर दस्तक दे रही है, लेकिन गुजरात एक ऐसा प्रदेश है कि जहां मेरा किसान बीटी कॉटन की खेती करता है, लेकिन आज तक एक भी किसान को आत्महत्या नहीं करनी चाहिए, एक भी किसान को मरने की जरूरत नहीं है। नहीं नहीं, महाराष्ट्र सरकार के किसान के दरवाजे पर मौत पर देती है। मेरे गुजरात के किसान के दरवाजे पर हर बार एक नई मारुति गाड़ी दस्तक देती है। സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്നോളമുള്ള ഭാരതത്തിന്റെ ചരിത്രം നോക്കിയാൽ, മുമ്പുള്ള ചരിത്രം നോക്കിയാൽ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭാരതം അടിസ്ഥാനപരമായി ആർത്ഥിക പ്രധാനമായ ഒരു രാജ്യമാണ്, ഒരു കർഷക രാജ്യമാണ് നമ്മുടെ. ഇന്നുള്ള ഈ കൃഷിക്കാരുടെ കർഷകരുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞില്ല, ആന്ധ്രയിലെ പരുത്തി കർഷകർ, ആന്ധ്രയിലെ കർഷകരുടെ പ്രധാനമായ കൃഷി പരുത്തിയാണ് കൃഷി നടത്തുന്നത്. ഇതേപോലെ മഹാരാഷ്ട്രയിലെ കൃഷിക്കാരും പരുത്തി കൃഷി നടത്തുന്നു, ഗുജറാത്തിലെ കർഷകരും പരുത്തി കൃഷി നടത്തുന്നു. ഒരു വ്യത്യാസം, ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഇഷ്ടം പോലെ മഴ കിട്ടുന്നു, അതുകൊണ്ട് തന്നെ വെള്ളമുണ്ട്. ഗുജറാത്തിലാകട്ടെ നമുക്കറിയാം, മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മഴ വളരെ കമ്മിയാണ് അവിടെ. എന്നാൽ ഒരു വസ്തുത നിങ്ങൾ നോക്കൂ, ആന്ധ്രാപ്രദേശിൽ പ്രതിവർഷം 3000 പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി വ്യത്യസ്തമല്ല. കൃഷി ലാഭയോഗ്യമല്ല, കടൽ കയറി അവരെ മഹാരാഷ്ട്രത്തിലെ കർഷകർ, പരുത്തി കർഷകരും ആയിരക്കണക്കായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരുത്തി കർഷകരെ ആന്ധ്രയിലെയും മഹാരാഷ്ട്രത്തിലെയും പരുത്തി കർഷകരെ വീട്ടുവാങ്ങാൻ മരണം മുട്ടിപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സ്ഥിതി ഉള്ളപ്പോൾ നമുക്ക് കാണാം. ഗുജറാത്തിൽ ഇന്നോളം ആശീർവാദത്തോടെ നിലവിൽ പറയുന്നു, ഇന്നോളം ഒരൊറ്റ പരുത്തി കർഷകർ പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരു മുഖ്യമന്ത്രികളെ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആന്ധ്രയിലെയും മഹാരാഷ്ട്രത്തിലെയും പാവപ്പെട്ട പരുത്തി കർഷകരുടെ വീട്ടുവാങ്ങലിൽ മരണം മുട്ടി വിളിക്കുമ്പോൾ ഇവിടെ എന്റെ ഗുജറാത്തിലെ പരുത്തി കർഷകരുടെ വീട്ടുവാങ്ങൽ ഓരോ വർഷവും പുതിയോരോ മാറ്റി കാലങ്ങൾ വന്നു നിൽക്കുന്നു. हमारे देश में गलीपति से लेकर के राष्ट्रपति तक सबके सब कहते हैं कि भारत के किसानों की समस्या का समाधान करने के लिए नदियों का एकीकरण करना चाहिए, रिवर ग्रिड करनी चाहिए, सब नदियों को जोड़ देना चाहिए। लेकिन हिंदुस्तान के अंदर गुजरात अकेला राज्य ऐसा है जिसने अब तक 21 रिवर का ग्रिड किया है, 21 रिवर को जोड़ा है और किसानों को पानी पहुंचाया है। സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണ നാടുമാണി മുതൽ അങ്ങ് ഉയരത്തിന്റെ ആർത്തവതി വരെ ഒരുപോലെ പറയുന്ന വസ്തുതയാണ്, ഈ നാട് അനുഭവിക്കുന്നതായ ജലദൗർലഭ്യത്തെ പരിഹരിക്കുവാൻ നദികളെ ഒരുമിച്ച് ചേർക്കുന്ന നദീ സംയോജനം നടത്തണം എന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നു. അതിലൂടെ മാത്രമേ നാം അനുഭവിക്കുന്ന ഈ ജലദൗർലഭ്യത്തെ ഇല്ലാതെയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. കർഷകർക്ക് ആവശ്യമായ ജലസേചനത്തിന് ജലം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു വസ്തുത പറയട്ടെ,
दुनिया। मित्रों, महात्मा गांधी कहा करते थे कि हमारा देश गांवों का देश है। जब तक ग्राम राज्य नहीं होगा, राम राज्य की संभावना नहीं है। और इसलिए गुजरात में गांव के विकास के लिए अनेक योजनाएं बनाई। उसमें एक योजना का नाम है ज्योति ग्राम। मित्रों, मैं आज भी दावे से कह सकता हूं, हिंदुस्तान के अंदर कोई शहर हो या गांव हो, हिंदुस्तान के किसी भी प्रदेश में 24 घंटे बिजली नहीं मिलती है, 24 घंटे इलेक्ट्रिसिटी पावर नहीं मिलता है। ज्योति ग्राम के कारण हिंदुस्तान में गुजरात अकेला राज्य है जिसके 18,000 गांवों के अंदर, जिसके सभी शहरों के अंदर, सभी इलाकों के अंदर 24 आवर 3 फेज अनइंटरप्टेड पावर आज मेरे गुजरात के अंदर मौजूद है। महात्मा गांधी जी हमें പഠിപ്പിച്ചത് പറഞ്ഞുകൊണ്ടത് ഭാരതത്തിന്റെ ആനന്ദം ജീവിക്കുന്നു, ഗ്രാമസ്വരാജ്യമാണ് ഭാരതമായി ഭവത്തിന്റെ അടിസ്ഥാന തത്വദർശനം എന്നാണ്. ഗ്രാമങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന ആ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ ഗുജറാത്തിൽ ജ്യോതി ഗ്രാം എന്ന് പറയുന്നതായ പദ്ധതി നടപ്പിലാക്കി. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയിലൂടെ ഇന്ന് ഗുജറാത്ത് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു കാര്യം പ്രവർത്തിച്ചു എന്ന് പറയുകയാണ്. ഭാരതത്തിലെ ഒരൊറ്റ ഗ്രാമവും വേറെ പഠനമോ പോയില്ല. അഭിമാനത്തോടെ പറയട്ടെ, 24 മണിക്കൂറും തടസ്സമില്ലാതെ വൈദ്യുതി കിട്ടുന്ന ഒരൊറ്റ ഗ്രാമമോ ഒരൊറ്റ നഗരമോ ഭാരതത്തിൽ വേറെടുത്തില്ല. പക്ഷേ ഗുജറാത്തിൽ എന്റെ ഗുജറാത്തിലെ 17,000 ഗ്രാമത്തിലും 24 മണിക്കൂർ 3 ഫേസ് ഇലക്ട്രിസിറ്റി ഊർജം ഒരു തടസ്സവുമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളായി മാറിയിരിക്കുകയാണ്. गुजरात ग्रामीण विकास कर रहा है, गुजरात वंचितों का विकास कर रहा है, गुजरात औद्योगिक विकास की और भी प्रगति कर रहा है। अभी मेरे यहाँ आएगा गुजरात ग्लोबल इन्वेस्टर समिट, हिंदुस्तान के सभी गणमान्य लोग एक ही मंच पर आएंगे और 4,60,000 करोड़ रुपये 4,60,000 करोड़ रुपये $100 बिलियन उसका इन्वेस्टमेंट के लिए एमओयू साइन किया है। 12 लाख लोगों को रोटी मिलने वाली है, 12 लाख नए लोगों को रोजगार मिलने की संभावना आज मेरी गुजरात की धरती पर पैदा हुई है। സുഹൃത്തുക്കളെ, ഗുജറാത്തിൽ ഗ്രാമീണ വികസനത്തിന്റെ യോജന വിന്യാസ ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സമത്വത്തിന്റെ പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കുന്നതോടൊപ്പം ഗുജറാത്തിനെ വ്യവസായവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചലനാത്മകമായ ഗുജറാത്ത്, വൈബ്രന്റ് ഗുജറാത്ത് എന്നൊരു പദ്ധതി കഴിഞ്ഞ വർഷങ്ങളായി നടത്തുകയാണ്. ഈ വർഷം വൈബ്രന്റ് ഗുജറാത്ത് എന്ന ആ പദ്ധതി പ്രകാരമുള്ള സമ്മേളനത്തിൽ ലോകമെമ്പാടുമുള്ള വ്യവസായ പ്രമുഖന്മാർ ഒരേ വേദിയിൽ ഒരുമിച്ച് വരികയും അവർ ഗുജറാത്തിന്റെ വികസനത്തിന്, ഗുജറാത്തിലെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപം 4,60,000 കോടി രൂപയുടെ നിക്ഷേപം ഗുജറാത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനഭൂത വ്യവസായങ്ങളുടെ 12 ലക്ഷം പുതിയ ജോലി സാധ്യത ഗുജറാത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഒരു ഗുജറാത്തും ഞങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. गुजरात के अंदर केरल की तरह समुद्र किनारा है, 1600 किलोमीटर समुद्र किनारा है, आपके यहाँ भी समुद्र किनारा है। हमने बंदरों का विकास किया, हमने पोर्ट लेक डेवलपमेंट किया और आज हिंदुस्तान के सारे कार्गो का 80% कार्गो अकेला गुजरात के समुद्र किनारे पर हैंडल होता है। केरल में नहीं हो सकता था, लेकिन गुजरात ने करके दिखाया है। കേരളം പോലെ തന്നെ സമുദ്രതടം ഗുജറാത്തിനുമുണ്ട്. 16,000 കിലോമീറ്റർ സമുദ്രതീരമാണ് ഗുജറാത്തിനുമുള്ളത്. ഈ കേരളത്തിലും ഉള്ളതുപോലുള്ള സമുദ്രതീരം അവിടെയുമുണ്ട്. പക്ഷേ ഈ സമുദ്രതീരത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തുറമുഖങ്ങൾ, ആധുനിക സൗകര്യങ്ങളോട് കൂട്ടിയിട്ടുള്ള തുറമുഖങ്ങൾ ഉണ്ടാക്കിയ മൂലം ഇന്ന് ഗുജറാത്തിലെ ആ തുറമുഖങ്ങൾ വഴി ഭാരതത്തിലേക്ക് വരുന്ന 80% പ്രൈവറ്റ് കാർഗോയും ആ ഗുജറാത്തിന്റെ തീരം കഴിക്കാൻ വരുന്നത് ഇത് ഗുജറാത്തിന് സാധിച്ചതുപോലെ തീർച്ചയായും കേരളത്തിനും സാധിക്കുമായിരുന്നു. ഗുജറാത്ത് ആ കാര്യം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. मित्रों, गुजरात के अंदर मैं पिछले दिनों आसाम में चुनाव के प्रभाव से गया था। आसाम में जिस गांव में जाता था लोग मुझे कहते थे, मोदी जी आप बांग्लादेशियों के खिलाफ कुछ बोल के जाइए, ये बांग्लादेशियों के कारण हम बर्बाद हो गए हैं। जब तक बांग्लादेशी नहीं जाएंगे आसाम बच नहीं पाएगा, आप उसके लिए कुछ बोलिए। और मित्रों, मैं उत्तर जाकर के कहा था, आसाम में ऐसे राज करता रहते हैं, आसाम के पड़ोस में बांग्लादेश है, गुजरात के पड़ोस में पाकिस्तान है, लेकिन आसाम में ऐसे राज करता रहते हैं
ബാക്കി ഭീകര പ്രവർത്തനങ്ങളുടെ കാരണം ഈ ആത്മ ആ വിഷമത്തിലാണ്. ബംഗ്ലാദേശിലെ പുറത്തു പോകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ആസാമിൽ ഏത് ഭരണാധികാരികളാണോ ഏത് തത്വശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണോ ഭരണം നടത്തുന്നത്, ആ ഭരണത്തിൻ്റെതായ പ്രശ്നമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാമിന്റെ അയലോക രാഷ്ട്രമായി ബംഗ്ലാദേശിലെ എന്റെ ഗുജറാത്തിന്റെ അതിർത്തി രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആസാമിൽ ഭരിക്കുന്ന വ്യക്തികളുടെ വിടുതലുകളോട് ബംഗ്ലാദേശ് എങ്കിൽ യാതൊരു സംശയവുമില്ല. ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ട്, ആ ഭരണത്തിന്റെ ശക്തി കൊണ്ട് പാകിസ്ഥാൻ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എന്നാണ് എനിക്കവിടെ പറയുവാൻ സാധിക്കും. आपके डिफेंस मिनिस्टर है केरल के, उन्होंने अभी केरल के समुद्री किनारे पर सिक्योरिटी की समस्या को लेकर के बयान दिया। मित्रों, आज गुजरात में 1600 किलोमीटर समुद्री किनारे पर सिक्योरिटी का जो प्रबंध किया है, क्योंकि पाकिस्तान हमारे बगल में है, की कर सकता है। आज हिंदुस्तान में हमारे 1600 किलोमीटर के समुद्री किनारे पर सिक्योरिटी के जो प्रबंध किया गया है, आज भारत सरकार भी उसको एक मॉडल के रूप में स्वीकार कर रही है। और उसने केरल गवर्नमेंट को भी कहा है कि आपको कोस्टल सिक्योरिटी के लिए गुजरात के तर्ज पर काम करना चाहिए, गुजरात के मॉडल पर काम करना चाहिए. മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് തുറന്നു പറയുകയുണ്ടായി, കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ അരക്ഷിതങ്ങളാണ്, വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല, കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ സുഹൃത്തുക്കളെ നോക്കൂ, ഗുജറാത്തിന് 16,000 കിലോമീറ്റർ നീളമുള്ള ഒരു തീരപ്രദേശമുണ്ട്. പക്ഷേ അവിടുത്തെ ആ സുരക്ഷിതത്വം ഏറ്റവും കർശനമായി, ഏറ്റവും കൃത്യമായി, ഏറ്റവും ശാസ്ത്രീയമായി നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത രാഷ്ട്രം നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഏത് നിമിഷവും ഏത് തരത്തിലുമുള്ള കുഴപ്പങ്ങൾ നാട്ടിലേക്ക് അഴിച്ചുവിടുവാൻ അവർക്ക് സാധിക്കുന്നതുമാണ്. പക്ഷേ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ സംഗ്രാമങ്ങളിൽ 16,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിലെമ്പാടും സമുദ്രാതിർത്തിയിലെമ്പാടും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതുകൊണ്ട് ആ വ്യവസ്ഥയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാരും മറ്റു സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, സുരക്ഷാ സംവിധാനം തീരപ്രദേശ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ ഗുജറാത്തിനെ മോഡലാക്കുന്നത്. ഇന്ത്യ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്, തീരപ്രദേശ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുവാൻ ഗുജറാത്തിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. राष्ट्रीय स्वयंसेवक संघ के स्वयंसेवक के नाते भारत माता जगत जननी बने ये संकल्प लेकर के जब हम काम कर रहे हैं, तब मेरी सरकार का मंत्र है भारत के विकास के लिए गुजरात का विकास, और इसलिए हम गुजरात का विकास भारत को समृद्ध करने के लिए कर रहे हैं. आज गुजरात हिंदुस्तान में तेज गति से प्रगति करने वाले राज्य के रूप में उसकी पहचान करेंगे. സുഹൃത്തുക്കളെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയംസേവകരെന്ന നിലയിൽ നമ്മളൊരു വിശിഷ്ടമായ വിജയമായ ലക്ഷ്യം മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, രാഷ്ട്രത്തിന്റെ ഭാരതത്തിന്റെ പരമമായ ഐശ്വര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വയംസേവകരെന്ന നിലയിൽ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നു. ഗുജറാത്തിന്റെ വികസനം അത് ഭാരതത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഗുജറാത്തിന്റെ വികസനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഫലപ്രാപ്തി എന്നോണം ഇന്ന് ഗുജറാത്ത് അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വികസനം എന്നതാണ് ഗുജറാത്തിന്റെ മുഖമുദ്ര എന്നത് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. मित्रों, आज मेरे गुजरात में केरल के हर गांव से 2 या 4 परिवार मेरे गुजरात में आकर के बसे थे. मेरी अपनी ऑफिस में 1 दर्जन से ज्यादा मेरे केरल के भाई मेरे से कंधे से कंधा मिलाकर के काम कर रहे हैं. मेरे प्रदेश के अंदर 12 लाख से अधिक 1.2 मिलियन से अधिक केरल के भाई आज रोजी रोटी कमा रहे हैं. मैं गुजरात को उस समृद्धि के शिखर पर ले जाना चाहता हूं कि मेरे केरल के भाई आज गुजरात की धरती पर अपना नसीब बजवा रहे हैं, वो इतने समृद्ध हो, उतने समृद्ध हो कि वो केरल को समृद्ध बनाने के लिए भी उनकी शक्ति काम आ जाए. സുഹൃത്തുക്കളെ, എന്റെ ഗുജറാത്തിൽ നിന്ന് നിരവധി ആയിരക്കണക്കിന് കുടുംബങ്ങൾ, മലയാളികളായ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്, അവർ ജീവിക്കുന്നുണ്ട്. എന്റെ ഓഫീസിൽ തന്നെ, മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ 12 മലയാളികൾ എന്നോടൊപ്പം തോൾ ചേർന്ന ഗുജറാത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളായ 12 ലക്ഷം ആൾക്കാരാണ് ഇന്ന് അവിടെ ജോലി തേടി എത്തിയിരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും
തീർച്ചയായിട്ടും ഇന്ന് ഗുജറാത്തിന്റെ അഭിവൃദ്ധിക്കൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെയും അഭിവൃദ്ധി സാധ്യമാക്കാൻ പുരോഗമിപ്പിക്കുവാൻ സാധിക്കുമെന്ന വസ്തുത അവർ തിരിച്ചറിയുക. मित्रों, मैं इस पवित्र मंच पर शायद बोल रहा हूँ और पूरे गुरु जी की जन्म शताब्दी के अवसर पर बोल रहा हूँ, तो मैं देश के सभी राजनीतिक दलों को आह्वान करना चाहता हूँ, मैं देश की सरकारों को आह्वान करना चाहता हूँ, मैं देश के दिल्ली में बैठी हुई भारत की संसद को आह्वान करना चाहता हूँ। आइए, विश्व बदल रहा है, विश्व प्रगति की दौड़ में आगे बढ़ रहा है। अगर हमें भारत माता को भी प्रगति की राह पे आगे ले जाना होगा, आइए हम विकास की स्पर्धा करें। मैं हिंदुस्तान के सभी राजनीतिक दलों का ऐलान करता हूं, आइए मेरे गुजरात के साथ विकास की दौड़ में स्पर्धा कीजिए, प्रगति की दौड़ में स्पर्धा करिए, आम आदमी की भलाई की स्पर्धा करिए, मैदान में आइए। मैं सबको चाह रहा हूं, आइए प्रगति के राह पर जाने के लिए आइए। हम राष्ट्रीय संसद संघ के छोटे छोटे सदस्य भारत माता की पूजा के लिए संसद किस प्रकार से भारत माता की भलाई कर सकते हैं, किस प्रकार से भारत माता के कल्याण के लिए अपने आप को सफा सकते हैं और भारत माता को विकास के ऊंचाइयों पर ले जा सकते हैं, उसका नमूना हमने गुजरात की धरती पर खड़ा किया है। मैं देश की सभी सरकारों का आह्वान करता हूं, आइए प्रगति की दौड़ में स्पर्धा करने से मेरे साथ कीजिए। मैं संघ के संसद के साथ बड़े गौरव के साथ इस पवित्र जगह पर उद्धार खड़े होकर के आह्वान करता हूं। സുഹൃത്തുക്കളെ, ഈ പവിത്രമായ വേദിയിൽ നിന്നുകൊണ്ട് ഈ പവിത്രമായ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ഈ ഭാരതത്തിലുള്ള സർവ്വ രാഷ്ട്രീയ പ്രവർത്തകന്മാരെയും വെല്ലുവിളിക്കുകയാണ്. ഈ നാട്ടിലെ സർവ്വ ഭരണാധികാരികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനുൾപ്പെടെ സർവ്വ രാഷ്ട്രീയ പ്രവർത്തകന്മാരെയും സംഘടനകളെയും ഞാൻ വെല്ലുവിളിക്കാൻ വരൂ. നമുക്ക് ഈ തുറന്ന മൈതാനത്തൊരു മത്സരം നടത്താം. വികസനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഭിമാനമുള്ള ഒരു സാധാരണ സ്വയംസേവക എന്ന നിലയിൽ ഈ ഭാരതമാതാവിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു സാധാരണ സ്വയംസേവകനായ ഞാനെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദരവിനെ നോക്കിക്കൊണ്ട് ആദര മാതൃകയെ നോക്കിക്കൊണ്ട് തന്റേതുണ്ടെങ്കിൽ ഈ നാട്ടിലെ സർവ്വ രാഷ്ട്രീയക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാ സംസ്ഥാന മേധാവികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാ കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രീയ പ്രവർത്തകരെയും വെല്ലുവിളിക്കുന്നു. വരൂ, നമുക്കൊന്ന് മത്സരിക്കാം. ഈ നാടിനെ ഐശ്വര്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുരോഗതിയുടെ പ്രയാണത്തിൽ നമുക്ക് പൊരുതി നോക്കാം. ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്താൻ ഈ നാട്ടിലെ സർവ്വരെയും സർവ്വ രാഷ്ട്രീയക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് मित्रों, देश भूमि को मैं प्रणाम करता हूँ, मैं जनता जनार्दन को प्रणाम करता हूँ और मैं केरल के नागरिक भाइयों बहनों को प्रणाम करता हूँ और मैं उनसे अनुरोध करता हूँ, आप मुझे आशीर्वाद दें। केरल के सभी नागरिक मुझे आशीर्वाद दें कि मैं गुजरात को प्रगति की ऊंचाइयों पर ले जाऊं, ताकि मेरा गुजरात, मेरे गुजरात की समृद्धि, मेरे केरल के भाइयों की प्रगति के लिए भी मेरा गुजरात ही काम आ जाए। സുഹൃത്തുക്കളെ, ഈ മണ്ണിനെ ഞാൻ നമിക്കുന്നു. ഈ വിശിഷ്ടമായ സംസ്കാരത്തെ ഞാൻ നമിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്നതായ സർവ്വസാമാന്യ ജനങ്ങളുടെ സർവ്വരെയും ഞാൻ നമിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കുന്നു, എന്നെ ആശീർവദിക്കുന്നു. ഗുജറാത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു. ആ ഗുജറാത്തിന്റെ അഭിവൃദ്ധി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം, അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഗുജറാത്തിൽ നേടിയിട്ടുള്ള അഭിവൃദ്ധിയുടെ സദ്ഫലം കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്താൻ ഉപകരിക്കുവാൻ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തന്നെ यहाँ आपके बीच आने का मुझे अवसर मिला। आपके बीच आने के कारण मेरे संस्कारों को एक नई शक्ति मिली है और नई शक्ति के साथ मैं राष्ट्र की सेवा के लिए और अधिक प्रयास करूंगा। आखिर मैं इतना ही कहूंगा, सबरीमला श्री धर्मशास्त्र भगवान पद्मनाभ श्रोतानिकार भगवती श्री गुरुवायूरप्पन अनुग्रहित करते